എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ബന്ധത്തിലുണ്ടായ ശൈഥില്യം കുറച്ചൊരു മാറ്റം ഉണ്ടായതുപോലെയാണ്. അമേരിക്കൻ ഇന്ത്യ ബന്ധത്തിലൊരു മഞ്ഞുരുകൽ ഉണ്ടായി എന്ന രീതിയിലുള്ള സൂചനകൾ വരികയാണ്. ഇന്ത്യയും ചൈനയും റഷ്യയും ഒന്നിക്കുന്നു എന്ന രീതിയിൽ ഇന്ത്യ അതിൻ്റെ ഒറിജിനാലിറ്റിയും അസ്തിത്വവും കളഞ്ഞുകുളിച്ചു എന്ന രീതിയിലുള്ള അമേരിക്കൻ പ്രസിഡന്റ് പ്രസ്താവനയ്ക്കൊക്കെ ഒരു മാറ്റം. നരേന്ദ്രമോദി എന്നും എക്കാലത്തും എൻ്റെ നല്ല സുഹൃത്താണ്, പക്ഷേ ഈ അടുത്ത കാലത്തായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന പോലുള്ള നടപടികൾ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് വരികയും, എന്നാൽ അമേരിക്കയുടെ ഈ മനംമാറ്റം അംഗീകരിക്കുകയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് തൻ്റെ നല്ല സുഹൃത്താണെന്നും ഒക്കെ അംഗീകരിക്കുകയും ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി. അതോടെ ഒരു മഞ്ഞുരുകൽ ദർശിച്ചു തുടങ്ങി ആളുകൾ. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒന്നിച്ചു പോകേണ്ട രണ്ട് ജനാധിപത്യ രാജ്യങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുള്ളൂ. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ന് അവിട്ടം അവസാനിക്കാറായി. അവിട്ടം ദിനാഘോഷത്തിലൊക്കെ തന്നെ നാട്ടിൽ ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പല വീടുകളിലും ഓണസദ്യയൊക്കെ നന്നായിട്ട് ചെയ്തു. ഓണം അകവും അറയും നിറഞ്ഞ ഒരു സമയത്ത് ഓണം ആഘോഷിച്ചു. ഓണം ആഘോഷിക്കാതെ ആളുകളൊക്കെ ഉണ്ടാകും. എന്തായാലും ഈ ഔട്ടം ദിനം അവസാനിക്കാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഔട്ടം ദിനം ഓണാശംസകൾ. നാളെ ചതയമാണ്. ചതയം ചതച്ചേ പോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പഴഞ്ചൊല്ലാണ്. അന്ന് വീണ് പരിക്ക് പറ്റാനൊക്കെ സാധ്യതയുണ്ടെന്ന് ആളുകൾ പറയുന്നൊരു ദിവസമാണ്. കൂടുതൽ ജാഗ്രത പാലിക്കുക, കരുതലുകൾ സ്വീകരിക്കുക. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി. വനംവകുപ്പ് സ്ഥാപിച്ച കൂടിന് സമീപമാണ് പുലി വന്നത്. പുലിയുടെ CCTV ദൃശ്യം 24 കിട്ടി. ആദ്യം നമുക്ക് പുലി വന്ന ദൃശ്യം ഒന്ന് കാണാം. ഒന്നുകൂടെ കാണിച്ചോളൂ. പുലി വരട്ടെ. എനിക്ക് മനസ്സിലായി, തീറ്റ ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ പുലി ഇറങ്ങുന്നത്. കാട്ടിൽ ഒരു സാധനം ഇല്ലെന്ന് മനസ്സിലായി. മുഖം കണ്ടാലറിയാം എന്തൊരു നൈരാശ്യമാണ് ഫേസിൽ. സമീർ ബിൻകരി മലപ്പുറത്ത് നിന്ന് ടെലഫോണിൽ ചേരുന്നു. സമീർ, ഈ പുലി ഇറങ്ങിയ ജനവാസ മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ വല്ലാത്ത ഭീതിയിലായി കാണുമല്ലോ, എന്താണ് അവസ്ഥ? തീർച്ചയായും നസ്കേൻ, വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് മണ്ണാർമലയിലാണ് ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയിരിക്കുന്നത്. വൈകുന്നേരം 7:20 കൂടിയാണ് പുലി എത്തിയിരിക്കുന്നത്. പുലി ഈ വനംവകുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന കൂടിന് സമീപം എത്തി അല്പനേരം ഈ കൂട്ടിലേക്ക് നോക്കി കൂട്ടിൽ കയറാതെ ഈ പുലി മടങ്ങി പോവുകയായിരുന്നു എന്നുള്ളതാണ്. ഇത് നാട്ടുകാർ സ്വന്തം ചെലവിൽ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ മണ്ണാർമല മേഖലയിൽ പുലിയുടെ ശല്യം രൂക്ഷമാണ്. പല ഘട്ടങ്ങളിലും ഈ പുലിയുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ CCTV പതിഞ്ഞതുമാണ്. വനംവകുപ്പ് കാര്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി എന്നുള്ളത്. ആകെ ഒരു കൂട് മാത്രമാണ് പുലിയെ പിടിക്കാനായി വനംവകുപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ മയക്കുവെടി വെക്കാൻ വേണ്ടിയുള്ള തിരച്ചിലോ മറ്റു കാര്യങ്ങളോ വനംവകുപ്പ് നടത്തുന്നില്ല എന്നുള്ള ഒരു പരാതി ജനങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. നിരവധി പകൽ സമയത്തടക്കം പുലി ഈ മേഖലയിൽ എത്തുന്നതാണ് ജനങ്ങളെ വലിയ രീതിയിൽ ഭീതി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 6 മാസത്തിലധികമായി പുലി ഈ ജനവാസ മേഖലയിൽ പല കുറി നടന്നു പോകുന്നുണ്ട്. മാത്രമല്ല ഈ റോഡ് മുറിച്ച് കടക്കുന്നു. ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ യാത്രക്കാർ അത് ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ വലിയൊരു ഭീതി ഈ മണ്ണാർമല മേഖലയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് കൃത്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ പറയുന്ന സ്ഥലത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടത് ജനങ്ങളെ വല്ലാത്ത ഭയപ്പെടുത്തി കാണും. വനംവകുപ്പിൻ്റെ ശ്രദ്ധ അടിയന്തരമായി പതിയണം. കാട്ടിൽ ഇവർക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ നമുക്ക് നൽകാൻ കഴിയുകയാണെങ്കിൽ ഈ കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെക്കാൾ മൃഗീയമാകുന്നത് അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ തോന്നൽ. മറ്റു വാർത്തയിലേക്ക്. രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുന്നതിനിടെ SNDP യോഗം NSS എന്നീ സംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാരെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നേരിട്ടെത്തി ക്ഷണിച്ചു. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ NS ആസ്ഥാനമായ പെരുന്നയിലെത്തിയും വെള്ളാപ്പള്ളി നടേശനെ കണിച്ചുകുളങ്ങരയെ തൻ്റെ വീട്ടിലെത്തിയുമാണ് PS പ്രശാന്ത് ക്ഷണിച്ചത്. ഇരുവരും സംഗമത്തിന് പിന്തുണ നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അങ്ങനെയാണ് പുറത്തു പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ നീക്കമാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം ശക്തമായ എതിർപ്പാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായാണ് SNDP NSS നേതൃത്വങ്ങളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആദ്യം കണ്ടത്. ഇരുവരും പൂർണ്ണ പിന്തുണ നൽകിയെന്ന PS പ്രശാന്ത്. പിന്തുണയും അദ്ദേഹത്തിന്റെ എല്ലാവിധമായ
നിർദ്ദേശവുമൊക്കെ ഇതിനുണ്ട് എന്ന് കൃത്യമായി അറിയിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രതിനിധി എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും. കൂടിക്കാഴ്ചയെക്കുറിച്ച് പരസ്യ പ്രതികരണത്തിന് NSS ജനറൽ സെക്രട്ടറി തയ്യാറായില്ല. എന്നാൽ സംഘപരിവാർ പന്തളത്ത് നടത്തുന്ന ബദൽ സംഗമത്തെ വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു. തിരിഞ്ഞു നിന്ന് കുത്താൻ ശ്രമിക്കുന്നവർ സ്വയം കുത്ത് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതല്ലാതെ ഈ സംരംഭത്തിന് യാതൊരു കുറവും വരാതെ ഭക്തജനങ്ങൾ ഇത് രണ്ടു കൈയും കുത്തി ഇപ്പോഴേ സ്വീകരിച്ച് കഴിഞ്ഞു. അയ്യപ്പ സംഗമത്തിലൂടെ വർഗീയ ശക്തികൾക്ക് സർക്കാർ ഇടം നൽകുകയാണെന്ന് VD സതീശൻ വിമർശിച്ചപ്പോൾ ആചാരങ്ങൾ തിരുത്താനുള്ളതാണെന്ന മുഖ്യമന്ത്രിയുടെ ആദ്യ നിലപാട് ഇപ്പോഴുണ്ടോ എന്ന് V മുരളീധരനും ചോദിച്ചു. വർഗീയവാദികൾക്കും വർഗീയ സംഘടനകൾക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആചാരങ്ങൾ തിരുത്താനുള്ളതാണ് എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. ആ നിലപാട് തന്നെയാണോ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ഉള്ളത്? NSSനെയും SNDPയെയും അനുനയിപ്പിച്ച സാഹചര്യത്തിൽ മറ്റു സമുദായങ്ങളെയും നേരിട്ട് കണ്ട് ക്ഷണിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. 24 കോട്ടയം, ആലപ്പുഴ. മോഹൻ പറയുന്നത് പുലിയെയും ആനയും വിട്ട് 24 വാർത്തയില്ല, അനിമൽ ചാനലിൽ നിന്ന് പേര് മാറ്റേണ്ടി വരുമോ? ഇത്രയധികം കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അത് അങ്ങോട്ട് ക്യാമറ വയ്ക്കാതെ നമ്മൾ എങ്ങോട്ട് ക്യാമറ വയ്ക്കും? എൻ്റെ മോഹന. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പ് തുടർക്കഥയാകുന്നു. വ്യാജ കോടതിയെയും സാക്ഷിയെയും സൃഷ്ടിച്ച് മട്ടാഞ്ചേരി സ്വദേശിയായ ഒരു സ്ത്രീയിൽ നിന്ന് 2,88,00,000 രൂപയാണ് ഈ അക്രമികൾ തട്ടിയെടുത്തത്. സ്ത്രീയെ ഫോണിൽ ബന്ധപ്പെട്ട് 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിനിടെ ഫാർമസ്യൂട്ടിക്കൽ ഉടമയിൽ നിന്ന് 25 കോടി തട്ടിയതിൻ്റെ ഉറവിടം ദ്വീപ് രാജ്യമായ സൈപ്രസ് എന്ന് കണ്ടെത്തി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കൊച്ചിയിൽ 30 കോടി രൂപയുടെ സൈബർ തട്ടിപ്പോട് നഷ്ടമായത് വലിയ തുകയാണ് എന്നുകൂടി കേൾക്കുമ്പോൾ നമ്മൾ ആശങ്കപ്പെട്ടു പോകുന്നു. തട്ടിപ്പുകാരിൽ നിന്ന് കടുത്ത മാനസിക പീഡനമാണ് മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മ നേരിട്ടത്. ജെറ്റ് എയർവേസ് സാമ്പത്തിക തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം വിളിച്ചത്. മുംബൈയിലെ തിലക് നഗർ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തെന്ന് വിശ്വസിപ്പിച്ചു. വ്യാജ കോടതിയും സാക്ഷിയുമൊക്കെ സൃഷ്ടിച്ചു. ജഡ്ജിയും വക്കീലുമൊക്കെ ഉള്ള വ്യാജ കോടതിയിൽ വീട്ടമ്മയെ ഓൺലൈൻ വഴി ഹാജരാക്കുകയും ചെയ്തു. പണം തട്ടിയെടുത്തതിന് പിന്നാലെ കേസിൽ നിന്ന് ഒഴിവാക്കിയെന്ന് സന്ദേശമെത്തി. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിരുന്നു നിർദ്ദേശം. ഈ വാക്ക് വിശ്വസിച്ച് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് നടന്നത് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. വീട്ടമ്മ നൽകിയ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ കൊച്ചിയിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയുടെ 25 കോടി രൂപ തട്ടിയെടുത്ത ഷെയർ ട്രേഡിംഗ് സൈബർ തട്ടിപ്പിന്റെ ആസൂത്രണം നടന്നത് യൂറോപ്യൻ ദ്വീപ് രാജ്യമായ സൈപ്രസിൽ നിന്നെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ക്യാപിറ്റലിക്സ് എന്ന വ്യാജ ആപ്പ് വഴിയായിരുന്നു തട്ടിപ്പ്. ഇന്ത്യയിൽ മാത്രം 1000 പേർക്ക് ആപ്പിലൂടെ പണം നഷ്ടമായി. 60 മുതൽ 1 കോടി രൂപ വരെയാണ് കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് നഷ്ടമായത്. നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും സൈബർ തട്ടിപ്പ് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ജനങ്ങൾ ജാഗ്രത പുലർത്തുക മാത്രമാണ് ഇത് തടയാനുള്ള ഏക വഴി. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. അപ്രതീക്ഷിതമായ ഏതെങ്കിലും മൊബൈൽ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് കോളുകൾ വരികയാണെങ്കിൽ 2 ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഫോൺ എടുക്കാം, എടുത്തിട്ട് ബുദ്ധിപൂർവ്വമായി മറുപടി പറയാം. അതല്ലെങ്കിൽ നിങ്ങൾ ആ കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ, മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു കാര്യം മാത്രം, ഇൻ്റർനെറ്റ് വഴിയോ മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ വെർച്വൽ സാധ്യതകൾ വഴിയോ ഒരു പൗരനെ ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യാൻ ഒരു നിയമവും നിലവിലില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഈ കാര്യം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഭാരതീയ ന്യായ സംഹിത അഥവാ VNS, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം വന്ന സംഹിതയ്ക്ക് അതിലൊന്നും ഒരു സ്ഥലത്തും ഇൻ്റർനെറ്റ് വഴിയോ വെർച്വൽ വഴിയോ ഒരാളെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾക്കും അതിനുള്ള ഒരു ഏജൻസിക്കും അതിനുള്ള അധികാരമില്ല. എന്നിരിക്കെ ആരെങ്കിലും ഇങ്ങനെ നിങ്ങളെ തട്ടിപ്പിൻ്റെ പേരിൽ വിളിച്ച് ഭയപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾ അവരെ വളരെ കൗശലപൂർവ്വം മൊബൈൽ ഫോണിൽ തുടരാൻ സംബന്ധിച്ച് അടുത്ത പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയാണ് വേണ്ടത്. കാര്യം മലയാളികൾ ഇത്രയും സാക്ഷരരാണ് എന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഖ്യാതി ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലേക്ക് ഇത്രയധികം കോടികൾ ചോർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്നത് എങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ പെട്ടെന്ന് ഭയന്നു പോകുന്നൊരു ജനസമൂഹമായി മാറിയെന്നറിഞ്ഞാൽ കൂട്ടത്തോടെ ഒഴുകി വരും അക്രമകാരികൾ നമ്മളെ തട്ടിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ അറിയാവുന്നവർക്ക് നിങ്ങൾ ഇത് കേൾക്കുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കണം. അതായത് നെറ്റ് വഴി, ഇൻ്റർനെറ്റ് വഴി ഒരാളെയും അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിൽ നിയമമില്ല എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ശുദ്ധമായ തട്ടിപ്പിൻ്റെ ആദ്യ രംഗമായിരിക്കും. അത് ഓർമ്മ വയ്ക്കണം, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും വേണം. നമ്മൾ തന്നെ ഇത് ആയിരക്കണക്കിന് തവണ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ആളുകൾ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കുക, ഞാൻ നേരെ ആയിക്കോട്ടെ എന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആകെ ആപ്പീസ് കൂട്ടി പോകും. ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക്. സൈബർ തട്ടിപ്പിന് ഇരയായി വയനാട് ചൂരൽമല സ്വദേശിയും ചികിത്സയ്ക്കായി ലഭിച്ച തുകയാണ് നഷ്ടപ്പെട്ടു പോയത്. 2 അക്കൗണ്ടുകളിൽ നിന്നായി 1,06,000 രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. കുളക്കാട്ടുമുണ്ടയിൽ സുനേഷിൻ്റെ ഭാര്യ
നന്ദയുടെ പണമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് സുർജിത്ത് അയ്യപ്പൻ്റെ റിപ്പോർട്ട്. വീണ്ടും ഒരു സൈബർ തട്ടിപ്പ് കൂടി അരങ്ങേറിയിരിക്കുകയാണ്. ചൂരൽമല സ്വദേശിയായ നന്ദയാണ് ഇത്തരം ഒരു തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. നന്ദയ്ക്ക് ചെവിക്ക് അസുഖമുള്ള ആളാണ്. ഇതിനുശേഷം MLAയുടെ സഹായത്തോടു കൂടി, അതായത് ടി സിദ്ദിഖ് MLAയുടെ സഹായത്തോടു കൂടിയാണ് 1 ലക്ഷം രൂപ സമാഹരിച്ച് അത് നന്ദയുടെ അക്കൗണ്ടിലേക്ക് എത്തി. ആ പണം ഉൾപ്പെടെ 1,06,000 രൂപയാണ് സൈബർ തട്ടിപ്പിന് ഇരയായി ആ തട്ടിപ്പ് സംഘം കവർന്നെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാവുന്ന കാര്യം. ഈ മാസം സർജറി നടക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ വലിയൊരു ദുരവസ്ഥ അവർ നേരിടുന്നു. കാരണം പണം പൂർണ്ണമായും അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം നന്ദ തന്നെ നൽകും. എന്താണ് സംഭവിച്ചത്, എന്നാണ് സംഭവിച്ചത്? കഴിഞ്ഞ മാസം 31-ാം തീയതിയാണ് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് PM കിസാൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് വന്നത്. ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഫോണ് ഹാങ് ആയിപ്പോയി. പിന്നെ ഫോൺ ഉപയോഗിക്കാനൊന്നും പറ്റുന്നില്ല, കോൾ ചെയ്യാനൊന്നും പറ്റാണ്ടായിട്ട് 2 ദിവസം ഞാൻ അതും കൊണ്ട് അങ്ങനെ നടന്നു. പിന്നെ 3-ാമത്തെ ദിവസം കൽപ്പറ്റ ഇമേജിൽ പോയിട്ട് അത് ശരിയാക്കിയിട്ട് വന്നു. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യാണ്ട് തന്നെ അതിൽ 2 ആപ്പ് PM കിസാൻ്റെ കയറി കൂടിയിട്ടുണ്ടായിരുന്നു. അവരത് ഡിലീറ്റ് ആക്കി ഒക്കെ ശരിയാക്കി തന്നു. അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുമെന്ന് വിചാരിച്ചില്ല. 4-ാം തീയതി ബാങ്ക് അവധിയായ ദിവസം ചുരൽമല ഗ്രാമീണ ബാങ്കിൽ നിന്ന് 10,000 രൂപ 4 തവണയായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് 5-ാം തീയതി 12 മണിക്ക് ശേഷം രാവിലെ പുലർച്ചയ്ക്ക് പിന്നെ 95,500 ചില്ലറ രൂപ ഉണ്ടായിരുന്നു ഇന്ത്യൻ ബാങ്കിൽ, കൽപ്പറ്റ ഇന്ത്യൻ ബാങ്കിൽ. അതും രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നില്ല, മെസ്സേജ് ഒക്കെ 0 ബാലൻസ്. 3 അക്കൗണ്ടും 0 ബാലൻസ് ആയി കിടക്കുന്നുണ്ട്. പിന്നെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഓണം കഴിഞ്ഞിട്ട് പോകാറിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 9-ാം തീയതിയാണ് ഡോക്ടറെ കാണിച്ചിട്ട് വന്നത്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഡേറ്റ് തരാൻ പറഞ്ഞിട്ട് അതിന് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഇപ്പോൾ സർജറിക്ക് സിദ്ദിഖ് MLA സാറ് തന്ന 1 ലക്ഷം രൂപയാണ് ഇപ്പോൾ പോയിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു തട്ടിപ്പാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. 1,06,000 രൂപയാണ് വിവിധ അക്കൗണ്ടുകളിൽ നിന്നായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമൂലം ചികിത്സ പോലും പ്രതിസന്ധിയിലായ അവസ്ഥയുണ്ട് നന്ദയെ സംബന്ധിച്ചിടത്തോളം. വല്ലാത്ത ഒരു പ്രയാസത്തിലാണ് ഇവരുള്ളത്. സൈബർ സെൽ അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷ ഇവരെ സംബന്ധിച്ചുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. ഓക്കെ, ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു, ആരെങ്കിലും ഒരാൾ മൊബൈൽ ഫോണിൽ വന്നിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ വിചാരണ ആരംഭിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ 2-3 കോടിയൊക്കെ എടുത്ത് അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അതൊക്കെ വെറുതെ കിട്ടുന്ന പണമാണോ എന്ന് ചോദിക്കുന്നത്. ന്യായമായിട്ട് സംശയിച്ചു പോവും. വല്ല വസ്തു വിറ്റൊക്കെ ബാങ്കിൽ കിടക്കുന്ന പണമൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തുള്ള ആൾക്കാർ എന്താ ചെയ്യുക? രാജു മാത്യു പറഞ്ഞു, ഗുഡ് ഈവനിങ്, ഐ ആം ഫ്രം തിരുവല്ല. യെസ്റ്റർഡേ നൈറ്റ് അറ്റ് 11 PM we have ambulance service. In night 2 persons came home and broken the front glass. We informed the Tiruvalla police and nothing happened എന്നാണ് അവർ പറയുന്നത്. രാത്രി 11 മണിക്ക് ഈ വീടിൻ്റെ ഗേറ്റ് തകർന്നിട്ടും പോലീസ് നടപടി എടുത്തില്ല എന്നാണ് രാജു മാത്യു പറഞ്ഞത്. രാജു മാത്യു, ഈ ഓണം പ്രമാണിച്ച് കുറേ അധികം ആൾക്കാർ ലീവിലൊക്കെ കാണും. നിങ്ങൾ തിങ്കളാഴ്ച ഒന്ന് പോയിട്ട് അന്വേഷിക്കുക, എന്തെങ്കിലും ആയോ? കാര്യം അവർക്ക് നമ്മളൊരു പോലീസുകാർക്ക് ഇപ്പം കേരളത്തിൽ പോലീസിങ് നടത്താനുള്ള സഫീഷ്യൻ്റായിട്ടുള്ള പോലീസുകാരില്ല എന്നുള്ളതാണ് പ്രയാസം. അടിയന്തരമായ ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവർക്ക് അതിലേക്ക് ശ്രദ്ധ വയ്ക്കേണ്ടി വരും. നമ്മൾ എല്ലാ കാര്യത്തിലും പോലീസിനെ കുറ്റപ്പെടുന്നത് ശരിയല്ല. തങ്ങൾ സൗമ്യമായി പോയി തിരുവല്ല പോലീസിലൊന്ന് അന്വേഷിക്കുക എന്താ സംഭവിച്ചെന്നുള്ളത്. മമ്മൂട്ടിയുടെ ജന്മദിനം പ്രമാണിച്ച് നമ്മൾ കാണിച്ച വീഡിയോ കണ്ട് ഒരുപാട് പ്രേക്ഷകർ അഭിനന്ദിക്കുന്നുണ്ട്. ആ പ്രൈം ടൈമിൽ ഏറ്റവും ആശ്വാസമായി വന്നത് മമ്മൂട്ടിയുടെ ആ ആൽബം സോങ് തന്നെയാണെന്നാണ് പലരും പറയുന്നത്. ബാക്കിയെല്ലാം അക്രമം, പുലിയിറങ്ങി, സൈബർ തട്ടിപ്പ്, 5 കോടി പോയി, വീട്ടമ്മയെ വിചാരണ ചെയ്തു, ഇങ്ങനെയുള്ള വാർത്തയ്ക്കിടയിൽ ഒരു കുളിരി പോലെ അത് വന്നു എന്നാണ് പ്രിയപ്പെട്ടവർ പറയുന്നത്. മമ്മൂക്ക മലയാള സിനിമയുടെ കുളിരാണല്ലോ. 500 കോടി രൂപയിലേറെ രൂപയുടെ പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ പിരിച്ചുവിട്ടുവെന്ന വാർത്ത ഇന്ന് വന്നു. ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ അന്വേഷിച്ചാൽ മതിയെന്നാണ് സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം. അന്വേഷണ സംഘ തലവനായ MJ സോജനെ വിജിലൻസിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ ഈ നടപടി. പ്രത്യേക സംഘം ഇല്ലാതായതോടെ കോടതിയിൽ തിരിച്ചടി നേരിടുമോ എന്നാണ് ആശങ്ക. ഒരുപാട് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ പാതിവില തട്ടിപ്പ് കേസ്. കേരളത്തെ ഞെട്ടിച്ച പാതിവില തട്ടിപ്പിൽ 1.5 ലക്ഷത്തോളം ആളുകളെ കബളിപ്പിച്ച് 500 കോടിയിലേറെയാണ് തട്ടിയെടുത്തത്. കേരളത്തിൽ പലയിടത്തും വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 1400ഓളം പരാതികളാണുള്ളത്. തട്ടിപ്പിന്റെ ഗൗരവം മനസ്സിലാക്കിയായിരുന്നു സർക്കാർ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ക്രൈംബ്രാഞ്ച് കൊച്ചി SP MJ സോജനായിരുന്നു സംഘത്തലവൻ. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരന്മാരായ സായിഗ്രാം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ, അനന്തകൃഷ്ണൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇതിനിടെ ഇക്കഴിഞ്ഞ ജൂണിൽ MJ സോജനെ വിജിലൻസ് സ്പെഷ്യൽ സെല്ലിലേക്ക് സ്ഥലം മാറ്റി. പിന്നാലെ കേസുകളെല്ലാം ഇനി അതാത് ക്രൈംബ്രാഞ്ച് യൂണിറ്റിന് കീഴിൽ അന്വേഷിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തി. കേസുകളെല്ലാം ഒറ്റ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആനന്ദകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് പ്രത്യേക സംഘം ഇല്ലെന്ന് സർക്കാരിന്റെ സത്യവാങ്മൂലം.
പ്രത്യേക സംഘം ഇല്ലാതായതോടെ അന്വേഷണം കുത്തഴിഞ്ഞ നിലയിലാണ്. ഏകീകൃത സ്വഭാവത്തോടെ അന്വേഷണമില്ലെങ്കിൽ പരസ്പര വൈരുദ്ധ്യമുള്ള കണ്ടെത്തലുകൾ ഉണ്ടാകാം. വിചാരണ ഘട്ടത്തിൽ പ്രതികൾക്ക് ഇത് ഏറെ ഗുണം ചെയ്യുമെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. 24 തിരുവനന്തപുരം. ബഷീർ ടി കെ പറയുന്നു, സൈബർ തട്ടിപ്പ് നടത്തുന്നവരെ പോലീസിന് പിടിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നു. പോലീസിന് പിടിക്കാനൊക്കെ പറ്റും, പക്ഷേ പോലീസ് പിടിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് തട്ടിപ്പ് നടത്തിയ ഒരു കോടിയും കൊണ്ട് തലമിട്ട് കാണും. കാര്യം നെറ്റ് വഴിയാണല്ലോ ഈ ട്രാൻസ്ഫറൊക്കെ നടക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, വളരെ ജാർഖണ്ഡ് അല്ലെങ്കിൽ ബംഗാൾ, ആസാം, നോർത്ത് ഈസ്റ്റിലെ ചില സംസ്ഥാനങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വിദേശ നാടുകളിൽ നിന്നുമാണ് ഈ സൈബർ തട്ടിപ്പുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ അവരെയൊക്കെ പെട്ടെന്ന് പോയി പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ആളുകളെ ബോധവൽക്കരിക്കുക. ഇങ്ങനെ തട്ടിപ്പുമായിട്ട് ഇറങ്ങും, നമുക്ക് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. കാരണം നെറ്റ് വഴി വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ പേരിൽ ചാർജ് ഷീറ്റ് ഉണ്ട്, FIR ഇട്ടു എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വാസ്തവമില്ല എന്ന് തിരിച്ചറിയുക. അതുപോലെ ഇങ്ങോട്ട് വിളിക്കുന്ന ഒരാളോട് നമ്മൾ അതേ നമ്പർ അങ്ങോട്ട് തിരിച്ച് വിളിക്കാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ സ്ഥലം വിടും. അങ്ങനെ ചില സൂത്രപ്പണികൾ നമ്മൾ ചെയ്താൽ അവിടെ കൊണ്ട് തീരും. ഇത് അവിടെ കൊണ്ട് തീരാതെ കോടികളും ട്രാൻസ്ഫർ ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ വരാന്തേ പോയി എന്നിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു സുഹൃത്ത് പറയുന്നു, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനുമൊന്നും സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് തിരുവല്ലയിൽ നിന്ന് അങ്ങനെ പെരുമാറാൻ പാടില്ല. അങ്ങനെ പെരുമാറണം എന്നല്ല ഞാൻ പറയുന്നത്. അടിയന്തര പ്രാധാന്യമുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ പോലീസിൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അപ്പോൾ ഇത് വലിയ കുറ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയൊരു കുറ്റമാണ്. ആ കുറ്റകൃത്യം അന്വേഷിക്കട്ടെ. എന്തായാലും മറ്റൊരു വാർത്തയിലേക്ക്. നിർമ്മാണ തകരാർ കാരണം കാറിൻ്റെ എഞ്ചിൻ പൊട്ടിത്തെറിച്ചു എന്ന പരാതിയിൽ കാർ സൗജന്യമായി നന്നാക്കി കൊടുക്കണമെന്ന് വിധി വന്നിരിക്കുന്നു. പാലക്കാട് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ്റെതാണ് ഈ ഉത്തരവ്. ടൊയോട്ട കമ്പനിക്കെതിരെയാണ് വിധി വന്നത്. തകരാർ പരിഹരിച്ചില്ലെങ്കിൽ 9 ലക്ഷം രൂപയും അതിൻ്റെ പലിശയും നൽകണമെന്നും കമ്മീഷൻ വിധിച്ചു. വിമുക്ത ഭടനായ രതീഷിൻ്റെ പരാതിയിലാണ് ഈ കോടതി ഉത്തരവ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. 2018 ജനുവരിയിൽ എടുത്ത വണ്ടി യാത്രയുടെ ഇടയിൽ വെച്ചിട്ട് എഞ്ചിൻ പൊട്ടിത്തെറിക്കുകയുണ്ടായി. ലാസ്റ്റ് സർവീസ് ചെയ്തിട്ട് ഒരു 1500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി അവിടെ കൊടുത്തപ്പോഴേ വെഹിക്കിൾ വാറണ്ടി ടോട്ടലി 3 വർഷമുള്ളൂ, അത് മറ്റേ എക്സ്റ്റൻഷൻ എടുക്കാത്തതുകൊണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറയുകയുണ്ടായി. അത് 6 മാസം ഡിസ്കസ് ചെയ്തവരായിട്ട്. അപ്പോൾ അവര് ഒന്നിനും തയ്യാറല്ല, ഒന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലായിരുന്നു. റീഫർ ബൈസ് ചെയ്ത് വണ്ടി തിരിച്ചു കൊടുക്കണം നല്ല കണ്ടീഷനിൽ. മൊത്തം 50 ലക്ഷം രൂപയാണ് വണ്ടി ശരിയാക്കി തരുന്നില്ലെങ്കിൽ. 50 ലക്ഷം അതിന്റെ പലിശ. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, വിശദാംശങ്ങൾ പറയൂ. SKN ടൊയോട്ടയുടെ എറ്റിയോസ് കാറാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കാറ് 2022 മെയ് മാസത്തിലാണ് ഒരു യാത്രക്കിടെ കോഴിക്കോട് നാദാപുരത്ത് വെച്ച് കത്തുന്നത്. അങ്ങനെ പെട്ടെന്ന് ഈ ആളുകളെല്ലാം, ഈ രതീഷും അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാവരും തന്നെ പെട്ടെന്ന് ഓടി മാറിയതിനാലാണ് വൻ അപകടം ഒഴിവായത്. അപ്പോൾ തന്നെ അവിടുത്തെ ടൊയോട്ടയുടെ ഷോറൂമുമായി ബന്ധപ്പെട്ടിരുന്നു. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്ന എഞ്ചിന്റെ തകരാറാണ്, അത് വാറണ്ടി എല്ലാം തീർന്നു പോയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഒരു മറുപടിയായിരുന്നു നൽകിയിരുന്നത്. കാരണം കൃത്യമായ രീതിയിലുള്ള സർവീസുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അവസാന സർവീസ് കഴിഞ്ഞ് കേവലം 1500 കിലോമീറ്റർ മാത്രമേ രതീഷ് ഈ കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും വീണ്ടും ഒരു 6 മാസം സംസാരിച്ചു. പക്ഷേ 3,72,000 രൂപ വേണം ഈ കാർ നന്നാക്കി എടുക്കാൻ, എഞ്ചിൻ തകരാർ പരിഹരിക്കാനെന്ന് രതീഷിനോട് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോഴാണ് രതീഷ് പാലക്കാട് ജില്ലാ ഉപഭോക്തൃ കോടതി അല്ലെങ്കിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത്. ആ കമ്മീഷനാണ് ഏറ്റവും ഒടുവിലൊരു വിധി, സുപ്രധാനമായൊരു വിധി വിധിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ തകരാറാണ് എന്ന് കമ്മീഷൻ കണ്ടെത്തി. കാറിന്റെ നിർമ്മാണ തകരാറുണ്ട്, അത് പരിഹരിക്കണം. അത് സൗജന്യ നിരക്കിൽ പരിഹരിച്ച് കൃത്യമായ രീതിയിൽ കാർ രതീഷിന് നൽകണം. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് കോടതി ചെലവടക്കം 9 ലക്ഷം രൂപയും പലിശയും നൽകണമെന്ന നിർണായകമായ ഉത്തരവാണ് ഇപ്പോൾ ടൊയോട്ടയ്ക്കെതിരെ നൽകിയിരിക്കുന്നത്. എന്തായാലും രതീഷ് പറയുന്നത് ഈ ഉത്തരവ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിക്കാനാണ് നീങ്ങുന്നത്. ടൊയോട്ട ഒരുപക്ഷെ അപ്പീലിന് പോയേക്കാം, അവർക്ക് ഉപഭോക്താക്കളുടെ കോടതിയിൽ തന്നെ ഒരുപക്ഷെ അപ്പീലിന് പോയേക്കാം. പക്ഷേ താൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. താൻ ഒരു വിമുക്ത ഭടനാണ്, തനിക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്, സമയ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ വിധി നടപ്പാക്കണമെന്ന ഒരാവശ്യം, ഒന്നില്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ 9 ലക്ഷം രൂപയും പലിശയും. ഇതാണ് രതീഷിന്റെ ഒരു നിലപാട്. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. റീന സതീശൻ SKN കേരള വിഷനിൽ TV ഓണാക്കിയ ശേഷം ചാനൽ മാറ്റുമ്പോൾ 24 കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ലാൻഡിംഗ് പേജ് എന്നുള്ള സെക്കൻഡ് ലാൻഡിംഗ് പേജ് എന്നുള്ള സംവിധാനമായിരുന്നു. ആ സംവിധാനം ഇന്നലെ രാത്രി കൊണ്ട് നമ്മളും കേരള വിഷനും കൂടി നടത്തിയ ചർച്ചയിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ 19 ട്യൂൺ ചെയ്താൽ കേരള വിഷനിൽ 24 കിട്ടും. മറക്കണ്ട, കേരള വിഷനിൽ 19, ACBയിൽ 126. അപ്പോൾ 19 കേരള വിഷൻ, 126 ACB. മറന്നു വരുന്നാൽ മതി. അത് മാത്രമല്ല, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ എത്രയോ കാലമായി ഈ 19ലൂടെ കേരള വിഷനിൽ 24 കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു അപകടത്തിൻ്റെ വാർത്ത വരികയാണ്. തൃശ്ശൂരിൽ മണലി പുഴയിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞ ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. പുലക്കാട്ടുകര സ്വദേശി നിതീഷാണ് മരിച്ചത്. മണലിപ്പുഴയിൽ കുളിച്ച ശേഷം മടങ്ങുന്നതിനിടെ ഓട്ടോ നിയന്ത്രണം തെറ്റി പുഴയിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു.
സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, ഈ അപകടം എത്ര മണിക്കാണ് ഉണ്ടായത്? വിവരങ്ങൾ. ഈ മണലിപ്പുഴയിലേക്കാണ് ഈ ഓട്ടോറിക്ഷ മറിഞ്ഞിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് 5 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പുലക്കാട്ടുകര സ്വദേശിയായിട്ടുള്ള കുടിയിരിക്കൽ വീട്ടിൽ 33 വയസ്സുള്ള നിതീഷാണ് മരിച്ചത്. ഈ പുഴയിൽ കുളിച്ച ശേഷം ഇവർ മടങ്ങുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആമ്പല്ലൂർ സ്വദേശിയായിട്ടുള്ള ഓമ്പുള്ളി വീട്ടിൽ സുബിൻ, സഹോദരൻ സൂര്യൻ, മണലി സ്വദേശിയായിട്ടുള്ള പറമ്പൻ വീട്ടിൽ അബി എന്നിവർക്കാണ് പരിക്കേറ്റത്. മണലി പാലത്തിന് സമീപത്ത് വെച്ച് ഈ ഓട്ടോറിക്ഷ സമീപത്തെ കടവിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത്. ഈ 3 പേരെ രക്ഷിക്കാനായെങ്കിലും ഇതിനിടയിൽ ഈ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന നിതീഷ് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഓക്കെ, വല്ലാത്ത കാര്യമായി. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 7 ദിവസമായി എത്ര അപകടങ്ങളും മരണങ്ങളുമാണ് പൊതുനിരത്തുകളിലും പുഴകളിലും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം സംഭവിക്കുന്നത്? തൃശ്ശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച 4 പോലീസുകാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കോടതിയിൽ ക്രിമിനൽ നടപടി നേരിടുന്നതിനാലാണ് സസ്പെൻഷൻ എന്നാണ് ഔദ്യോഗിക വിശദീകരണം. മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാമെന്ന് DGPക്ക് നിയമോപദേശം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടിയിലേക്ക് കേരള പോലീസ് കടന്നിരിക്കുന്നത്. സുജിത് VSനെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച സംഭവത്തിൽ കോടതി 4 പോലീസുകാരെയും പ്രതി ചേർത്ത് കേസെടുത്ത് വിചാരണ നടക്കുന്നതിനാൽ സുഗമമായ കോടതി നടപടിക്ക് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്ന് തൃശൂർ റേഞ്ച് DIG R ഹരിശങ്കർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരമേഖല IG കുന്നംകുളം SI ആയിരുന്ന ന്യൂഹ്മാൻ, പോലീസുകാരായ സജീവൻ, സന്ദീപ്, ശശിധരൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. തുടർ നടപടി പരിഗണിക്കുന്നതായും ഉത്തരവിൽ സൂചനയുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന് സുജിത്ത് ആവശ്യപ്പെട്ടു. ഒട്ടും ഞങ്ങൾ സംതൃപ്തനല്ല. കാരണം സസ്പെൻഷൻ അല്ല നമ്മുടെ ആവശ്യം. അവരെ ഈ 4 പേരെ കൂടാതെ ഡ്രൈവറായിരുന്ന ഷുഹൈർ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്. ഈ 5 പേരെയും സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം. പിന്നെ അവർക്കെതിരെ തക്കതായ നടപടി എടുത്തുകൊണ്ട് കേസിനെ വിധേയനാക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. 2 വർഷം മുമ്പ് നൽകേണ്ടിയിരുന്ന സസ്പെൻഷനാണ് ഇപ്പോൾ നൽകിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ക്യാമറ ഉള്ള സ്ഥലത്ത് തന്നെ കണ്ട് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് ഇതിലൊരു നടപടി ഉണ്ടാകില്ല എന്ന് ഗവൺമെൻറ് പറയട്ടെ. ഇപ്പം ചെയ്ത നടപടിയേ ഉള്ളൂ, ഇനി ഒരു നടപടി ഇല്ല എന്ന് പറയട്ടെ. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ഞങ്ങൾ പറയാം. ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ശശിധരന്റെ വീട്ടിലേക്ക് ചൂരലേന്തി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പോലീസുമായി പ്രവർത്തകർ ഏറ്റുമുട്ടി. നീ തിരിച്ചു വരുന്ന എന്നാണോ നീ തിരിച്ചു വരുന്നേ? അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ചൂട് എന്താണെന്ന്, യൂത്ത് കോൺഗ്രസിന്റെ സമരം എന്താണെന്ന് ശശീന്ദ്ര നിങ്ങളറിയാം. ആവശ്യമെങ്കിൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാമെന്നാണ് DGPക്ക് ലഭിച്ച നിയമോപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടായേക്കും. 24 തൃശൂർ. ചാലക്കുടി അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. ഫോറസ്റ്റ് വാച്ചർ സുഭാഷിനെ പരിക്കേറ്റു. പ്ലാന്റേഷൻ വാലിക്ക് സമീപമാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. സൂരജ് സജി നമുക്കൊപ്പം ചേരുകയാണ് ടെലിഫോണിൽ. സൂരജ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് വൈകുന്നേരം 7:55 കൂടിയാണ് ഈ പിള്ളപ്പാറയ്ക്ക് സമീപം ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. ഈ പരിക്കേറ്റ വാസ്തവനില അതീവ ഗുരുതരമായി തുടരുന്നു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് ഈ പരിക്കേറ്റ ആളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ വെച്ചാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഈ 7:55 ഈ വാച്ചർ അവിടെ നിൽക്കുന്നതിനിടയിൽ ആന ഓടി വന്ന് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് നാട്ടുകാർ ഇത് കാണുകയും ഈ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ആംബുലൻസ് വിളിച്ചു വരുത്തി ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ഈ സുഭാഷിന്റെ പരിക്ക് വളരെ ഗുരുതരമാണ്. തുമ്പിക്കൈ കൊണ്ട് ആന അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സംഭവത്തിന്റെ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും സുഭാഷിനെ ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടൊക്കെ. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം എന്ന വാർത്തയാണ്. ഷാജി തോമസ് പറയുന്നു, എൻ്റെ മകൻ്റെ 1,22,000 രൂപ സൈബർ തട്ടിപ്പ് വഴി പോയി. പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ 60,000 രൂപ ഫീസ് അടച്ച് കോർട്ട് ഓർഡർ വാങ്ങി ബാങ്കിൽ അയച്ചപ്പോൾ അറിയുന്നു ഈ ഉള്ള പൈസ ബാങ്കിൽ നിന്ന് പോയി കഴിഞ്ഞു എന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ സൈബർ ലോകത്ത് ഇതൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് പിടികിട്ടാത്തൊരു ചോദ്യമായി അവശേഷിക്കുന്നു. ഈ പറഞ്ഞത് വിശ്വസിച്ചാണ് ഞാൻ ഈ കമൻറ്റ് പറയുന്നത്. പ്രൈം ടൈം തുടരുകയാണ്. ഇന്ന് ഔട്ടം ദിനം, 3ാം ഓണം. എല്ലാവർക്കും ഓണദിന ആശംസകൾ നേരുന്നു. ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എതിരായ വിമർശനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് മലക്കം മറിഞ്ഞു. ഇന്ത്യ അമേരിക്ക ബന്ധം സവിശേഷമാണെന്നും നരേന്ദ്രമോദിയുമായി എപ്പോഴും സൗഹൃദമാണെന്നും ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ പ്രതികരണം വന്നു. ട്രംപിൻ്റെ പുതിയ നിലപാടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുകയും ചെയ്തു.
പാകിസ്ഥാനിലെ റെയിൽവേ നവീകരണ പദ്ധതിയിൽ നിന്ന് ഇന്ന് ചൈന പിന്മാറിയത് വലിയ വാർത്തയായി. ഇന്ത്യൻ സുരക്ഷയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന ഈ വലിയ നിർമ്മിതിയിൽ നിന്നാണ് ഇപ്പോൾ ചൈന പിന്മാറിയിരിക്കുന്നത്. പാകിസ്ഥാൻ അമേരിക്കയുമായി കൂടുതൽ അടുക്കുന്നു എന്നതിൽ ആശങ്കമുണ്ടാണ് ചൈനയുടെ ഈ പിന്മാറ്റമെന്നാണ് അറിയുന്നത്. ഇരുണ്ട ചൈനയോടടുത്ത ഇന്ത്യയും റഷ്യയും അമേരിക്കയ്ക്ക് നഷ്ടമായെന്നായിരുന്നു ഇന്നലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യയെ എതിർചേരിയിൽ നിർത്തിയുള്ള നിലപാടിൽ നിന്ന് ട്രംപ് മലക്കം മറിഞ്ഞു. ഇന്ത്യയുമായുള്ള ബന്ധം പഴയപടിയാകുമോ എന്ന ചോദ്യത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ സവിശേഷ ബന്ധമാണെന്നും മോദി എപ്പോഴും സുഹൃത്തെന്നും മറുപടി. എന്നാൽ ചില കാര്യങ്ങളിൽ തനിക്ക് യോജിപ്പില്ല. ട്രംപിന്റെ പുതിയ നിലപാടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമഗ്രമായ പങ്കാളിത്തമുണ്ടെന്നാണ് ട്രംപിനെ ടാഗ് ചെയ്ത് മോദിയുടെ എക്സ് പോസ്റ്റ്. UN വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തേക്കില്ലെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇരു നേതാക്കളുടെയും പ്രതികരണങ്ങൾ. ഈ മാസം അവസാനം നടക്കാനിരിക്കുന്ന ന്യൂയോർക്കിലെ സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആയിരിക്കും പങ്കെടുക്കുക. ഇതിനിടെ പാകിസ്ഥാനിലെ റെയിൽവേ നവീകരണ പദ്ധതിയിൽ നിന്ന് ചൈന പിന്മാറി. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ 2ാം ഘട്ടത്തിനായി ധനസഹായം നൽകാൻ ചൈന തയ്യാറായിട്ടില്ല. ധനസഹായത്തിന് പാകിസ്ഥാൻ ADBയെ സമീപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ബീഡിക്ക് GST കുറച്ചതിനെ ബീഹാറുമായി ബന്ധപ്പെടുത്തിയ എക്സ് പോസ്റ്റിൽ കൈപൊള്ളി കോൺഗ്രസിന്റെ കേരള ഘടകം. പോസ്റ്റ് വൻ വിവാദമായി. അതോടെ KPCC സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ ചുമതലയിൽ നിന്ന് VT ബൽറാം രാജിവെച്ചു. KPCC നേതൃത്വം വിശദീകരണം തേടിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ രാജി. പോസ്റ്റിൽ പിഴവുണ്ടായെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുകയും ചെയ്തു. ബീഹാറും BDയും ബിയിലാണ് തുടങ്ങുന്നതെന്ന കോൺഗ്രസ് കേരള ഘടകത്തിന്റെ പോസ്റ്റാണ് വിവാദമായത്. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ എക്സ്പോസ്റ്റ് ദേശീയ നേതൃത്വത്തെ വെട്ടിലാക്കിയതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ ചുമതലയിൽ നിന്ന് VT ബൽറാം രാജിവെച്ചത്. പോസ്റ്റിൽ പിഴവ് സംഭവിച്ചെന്ന് KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണിത്. കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിൽ ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ സോഷ്യൽ മീഡിയ വിഭാഗത്തോട് KPCC വിശദീകരണം തേടിയിരുന്നു. പോസ്റ്റ് ഒഴിവാക്കപ്പെടേണ്ടിയിരുന്നുവെന്ന് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ MP ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചു. ഉടൻ തന്നെ സോഷ്യൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കും. പോസ്റ്റിൽ കടുത്ത വിമർശനമാണ് BJPയും JDUവും ഉന്നയിച്ചത്. RJDക്ക് കടുത്ത അമർഷവുമുണ്ട്. ഉദ്ദേശം എന്തുതന്നെയായാലും പരാമർശം തെറ്റെന്നാണ് തേജസ്വി യാദവിന്റെ പ്രതികരണം. ബീഡിക്ക് GST കുറച്ചത് ബീഹാർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് വ്യാഖ്യാനിക്കാനാണ് പോസ്റ്റിലൂടെ കോൺഗ്രസ് കേരള ഘടകം ശ്രമിച്ചതെങ്കിലും പോസ്റ്റ് കോൺഗ്രസിനെ തന്നെ വെട്ടിലാക്കുകയായിരുന്നു. 24 കണ്ണൂർ. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. പത്തനംതിട്ട ആറന്മുളയിൽ പമ്പാ നദിയിൽ ചാടിയ യുവതിയെ തിരിച്ചറിഞ്ഞു. പന്തളം സ്വദേശി രേഷ്മ ഡാനിയലാണ് മരിച്ചത്. 31 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഇവർ പമ്പാ നദിയിലേക്ക് എടുത്ത് ചാടിയത്. പിന്നീട് ഫയർഫോഴ്സ് സംഘം ഇവരെ കണ്ടെത്തിയെങ്കിലും അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴവരുടെ മരണം സ്ഥിരീകരിച്ച വാർത്തയാണ് വന്നിരിക്കുന്നത്. പന്തളത്തെ രേഷ്മ ഡാനിയലാണ് ജീവനൊടുക്കാൻ വേണ്ടി പമ്പയാറ്റിലേക്ക് ചാടിയത്. ആറന്മുളയിൽ വെച്ചായിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. 2022 ശേഷമുള്ള സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം നാളെ. കൊച്ചിയിലും ഈ ഗ്രഹണം ദൃശ്യമാകും. രാത്രി 9 മണിക്ക് തുടങ്ങുന്ന ഗ്രഹണം അർദ്ധരാത്രി 12:30 മണി വരെ നീണ്ടുപോകും. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ കേരളത്തിൽ വ്യക്തമായി ചന്ദ്രഗ്രഹണം കാണാം. മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയ തനിക്ക് പോലീസിൽ നിന്ന് മർദ്ദനമേറ്റെന്ന് കൊല്ലത്ത് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ തുറന്നു പറച്ചിൽ. കൊല്ലം നെടുമ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജീവാണ് CI കഴുത്തിൽ പിടിച്ചു എന്ന ആരോപണവുമായി എത്തിയിരിക്കുന്നത്. പോലീസ് മർദ്ദനം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ പദവികളിൽ നിന്ന് പാർട്ടി തന്നെ നീക്കം ചെയ്താൽ കുഴപ്പമില്ലെന്നും സജീവ് 24നോട്. തൃശൂരിലെ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുമ്പോഴാണ് CPIM നേതാവ് തന്നെ പോലീസ് മർദ്ദനത്തെക്കുറിച്ച് തുറന്നു പറയുന്നത്. അനുഭവങ്ങളാണ് ബോധ്യങ്ങളാവുന്നതെന്ന തലക്കെട്ടോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു കേസിന്റെ മധ്യസ്ഥ ചർച്ചയ്ക്ക് എത്തിയ തന്നെ CI ഉപദ്രവിച്ചുവെന്ന് സജീവ് 24നോട്. CI ചാടി എണീറ്റ് എല്ലാം ഇവിടെ പിടിച്ചിട്ട് ഇവിടെ പിടുത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടതും വല്ലാത്ത രീതിയിലുള്ള പിടുത്തം. ആ വേദന മാറിയിട്ടില്ല. പാർട്ടി വിരുദ്ധ പോസ്റ്റ് അല്ലെന്നും ഇതിന്റെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്താൽ കുഴപ്പമില്ലെന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫേസ്ബുക്കിൽ കുറിച്ചു. CIയുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് നിലവിൽ ACPക്ക് പരാതി നൽകിയിരിക്കുകയാണ് സജീവ്. ഞാനും പാർട്ടിയും അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. പ്രതിപക്ഷം പോലീസ് മർദ്ദനത്തിനെതിരെ വലിയ പ്രതിഷേധമുയർത്തുമ്പോഴാണ് ഭരണകക്ഷിയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ സ്വയം മർദ്ദനാനുഭവം ഫേസ്ബുക്കിൽ കുറിച്ചത് CPIMനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി. വിഷയത്തിൽ CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി മൗനം തുടരുകയാണ്. അരുൺരാജ് 24 കൊല്ലം.
കാനഡയിൽ നിന്ന് ഖദീജ അയച്ച സന്ദേശം കിട്ടി. കാനഡയിൽ ക്യാംലൂപ്സ് എന്ന സ്ഥലത്തെ മലയാളി അസോസിയേഷൻ നടന്ന ഓണാഘോഷത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആർപ്പോ 2025 എന്നാണ് ഈ ഓണാഘോഷത്തിന് പേരിട്ടിരിക്കുന്നത്. ഈ ഓണാഘോഷ പരിപാടിക്ക് എല്ലാവിധമായ ആശംസകൾ നേരുന്നു. നിങ്ങൾ പൊളിയാക്കുക, കാനഡയിലെ മലയാളികളുമൊക്കെ സംഘടിപ്പിച്ച് അടിച്ച് പൊളിക്കുക. അപ്പോൾ ഈ അവിടെ കാനഡയിൽ താമസിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഓണാശംസകൾ കൂടി നേരുന്നു. ഞങ്ങളുടെ അന്വേഷണവും സ്നേഹപൂർവ്വമുള്ള അന്വേഷണം. ഇപ്പോൾ ഒരു സങ്കടകരമായ വാർത്ത വരുന്നു. കൊച്ചുമകനെ രക്ഷിക്കുന്നതിനിടയിൽ മുത്തശ്ശി മുങ്ങി മരിച്ചു. വടകര കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലല്ല, മറ്റൊരു സ്ഥലത്താണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും മുത്തശ്ശിയുടെ ജീവൻ നഷ്ടമായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു വിയോഗത്തിൻ്റെ വാർത്ത കൂടി വരുന്നുണ്ട്. CPI നേതാവായിരുന്ന കണിയാപുരം രാമചന്ദ്രൻ്റെ ഭാര്യ M. വസന്തലക്ഷ്മി അന്തരിച്ചു. 84 വയസ്സായിരുന്നു അവർക്ക്. തിരുവനന്തപുരം കോട്ടണിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപികയാണ്. കോഴിക്കോട് വടകര മോച്ചിലൂർ കുടുംബാംഗമാണ്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. സുമൻ ചന്ദ്ര, സുചിത്ര എന്നിവരാണ് മക്കൾ. ഒരു കാലത്ത് CPIയുടെ ഏറ്റവും വലിയ വേദിയിലെ ശബ്ദമായിരുന്നു കണിയാപുരം രാമചന്ദ്രൻ. സർഗധനായ ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു കണിയാപുരം രാമചന്ദ്രൻ. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഔട്ടം ദിന ആശംസകൾ നേരുന്നു, ഓണാശംസകൾ. അതോടൊപ്പം ശുഭരാത്രി കൂടി നേരുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.